മുഅ്മിനീങ്ങളെ ഇന്നലെ പറഞ്ഞു വെച്ചത് വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം വബിഇസൽ മസീർ. കാഫിരീങ്ങൾക്ക് വലിയ ശിക്ഷയുണ്ട്. അവർ ചെന്നെത്തുന്ന ആ സ്ഥലം വളരെ മോശമായതാണ്, ചീത്തയായതാണ്, അപകടമാണ് എന്ന് ഇന്നലെ പറഞ്ഞു. കാഫിരീങ്ങൾക്ക് ഒരുപാട് അദാബുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുപാട് ശിക്ഷകൾ നരകത്തിൽ കൊടുക്കപ്പെടുമെന്നും സ്വദീദ് വെള്ളം അവർക്ക് കുടിപ്പിക്കപ്പെടുമെന്നും പറഞ്ഞു. പിന്നീട് പറഞ്ഞു ഫല്ലദീന കഫറു ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ, അല്ലെ, അവർക്ക് തീനാറുള്ള വസ്ത്രത്തെ കഷ്ടമാക്കിയിട്ട് എന്താക്കപ്പെടും, കൊടുക്കപ്പെടും. അവരെ തലയിലേക്ക് ഹമീം, ചൂടാക്കപ്പെട്ട തിളക്കുന്ന വെള്ളത്തെ ഒഴിക്കപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഹമീമാകുന്ന വെള്ളത്തിന് ഒരു ഡോട്ട്, ഒരു ഇറ്റ്, ഒരു തുള്ളി വെള്ളം ദുനിയാവിന്റെ പർവ്വതത്തിലേക്ക് വീണാൽ അതെന്താകും? അത് മുഴുവനും, ആ പർവ്വതം മുഴുവൻ ഒഴുകിപ്പോകും. ആ വിഷയം ഇന്നലെ പറഞ്ഞു വെച്ചു. പിന്നീട് പറഞ്ഞു വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിനാലുള്ള ദണ്ടുകളെ കൊണ്ട് അവരെന്താക്കപ്പെടും, നരകത്തിൽ ശിക്ഷിക്കപ്പെടും. വലഹും മഖാമിഉ മിൻ ഹദീദ്, സൂറത്തുൽ ഹജ്ജാണ്. അവർക്ക് ഇരുമ്പിനാലുള്ള ദണ്ടുകളുണ്ട്. ആ ദണ്ടുകളെ കൊണ്ട് നരകത്തിൽ കടന്നവരെ ശിക്ഷിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദണ്ടിനെ കുറിച്ച് പറഞ്ഞു, ലൗ അന്ന മിക്മഅൻ മിൻ ഹദീദിൻ ഉളിഅ ഫിൽ അർളി ഫജ്തമഅ അസ്സഖലാനി മാ അഖല്ലൂഹു മിനൽ അർള്. ആ ഇരുമ്പിനാലുള്ള നരകവാസികൾക്ക് ശിക്ഷിക്കപ്പെടുന്ന ആ ദണ്ടിനെ ഭൂമി ലോകത്ത് വെച്ചെങ്കിൽ, ഒരുപക്ഷെ ഭൂമി ലോകത്ത് വെച്ചെങ്കിൽ ഫജ്തമഅ അസ്സഖലാനി, മനുഷ്യരും ജിന്നുകളും എല്ലാവരും ഒട്ടായിട്ട് അതിനെ ഒന്ന് ഉദ്ധാക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ മാ അഖല്ലൂഹു മിനൽ അർള്, അതിനെ ഭൂമി നിട്ട് ഉദ്ധാക്കാൻ അവർക്ക് സാധ്യമല്ല എന്ന് പിടിയേത്ത. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ജിന്നുകളും എല്ലാവരും ഒട്ടായാർ ആ നരകത്തിലുള്ള ഇരുമ്പിനാലുള്ള ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു തയ്യാറ് ചെയ്ത ആ ദണ്ടിനെ ഭൂമി ലോകത്ത് വെച്ചിട്ട് എല്ലാവരോടും ഒന്ന് പറഞ്ഞു, നിങ്ങൾ ഉദ്ധാക്കോറൂ, നിങ്ങൾ ഉദ്ധാക്കിയിട്ട് നോക്കോറൂ. അവരെ കൊണ്ട് ഉദ്ധാക്കാൻ സാധ്യമല്ല. അങ്ങനത്തെ ദണ്ടുകളെ കൊണ്ടാണ് സബാനിയായ മലക്കുകള് എന്താക്കുന്നത്, നരകാവകാശികളെ ശിക്ഷിക്കപ്പെടുന്നത്. അല്ലാഹുവേ, നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. പിന്നീട് സൂറത്തു ദുഖാൻ ഒരു ആയത്തുണ്ട്, ഇന്ന ശജറത സഖൂം, സഖൂം മരം, സഖൂം മരം തുആമുൽ അഫീം, നരകാവകാശികൾക്കുള്ള ഭക്ഷണമാണ്. കുറ്റാളികൾ, തെറ്റ് ചെയ്തവർ നരകത്തിൽ കടന്നാൽ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം സഖൂം മരമാണ്. കൽ മുഹ്ലി യഗ്ലി ഫിൽ ബുത്തൂനി കഗൽഇൽ ഹമീം, ചുട്ട പയക്കര തണ്ണി എങ്ങനെ തിളക്കരുത്. ഞങ്ങൾ ഒരു ചായ വെച്ചിട്ട് നോക്കാറുള്ള ഒരു പാത്രത്തില് ആ തണ്ണി ചുട്ടിട്ട് പയക്കുമ്പോ എങ്ങനെ തിളക്കരുത്, ഒന്ന് കൈയുടെ ഗൗഡ. അതുപോലെ ആ സഖൂം മരം അവർക്ക് ഭക്ഷണമായിട്ട് അവരെ പള്ളയിൽ പോയാൽ സുബ്ഹാനല്ലാഹ്, ഖുർആൻ പറയുന്നു, ചുട്ട വെള്ളം തിളക്കും പോലെ അവരെ വയറ്റിൽ, അവരെ പള്ളയിൽ ആ ഭക്ഷണം തിളച്ചുകൊണ്ടേ ഉണ്ടാകും. ഖുദൂഹു ഫഅതിലൂഹു ഇലാ സവാഇൽ ജഹീം, അല്ലാഹു തആല പറയും, മലക്കുകൾ അവരെ പിടിക്കൂ, അവരെ നരകത്തിന്റെ മധ്യത്തിലേക്ക് വലിച്ചെറിയൂ. അപ്പോൾ ശത്രുക്കള്, മക്കാ ഖുറൈശികള്, അഹങ്കാരികള് അവർ റസൂലുള്ളാഹിനെ പരിഹസിച്ചു. ഒക്കെ നരകത്തിലാ മരം. ആ മരം നരകത്തിൽ ഉണ്ടായാൽ അത് ചത്തുപോകൂലേ, അത് ബാടിപ്പോകൂലേ, അത് കരിഞ്ഞു പോകൂലേ? ആ മരത്തിനെ കുറിച്ച് മറ്റൊരായത്ത് അല്ലാഹു പിന്നീട് പറയുന്നുണ്ട്, സുമ്മ സുബ്ബു ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹമീം, ഹമീമാകുന്ന വെള്ളത്തിന് അവരെ തലയിലേക്ക് ചൊരിക്കുക. ഹമീം എന്ന് പറഞ്ഞില്ലേ, വിചാരികളായ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഗുഹ്യസ്ഥാനത്തിൽ ഇറങ്ങി വരുന്ന ചീഞ്ഞു നാറുന്ന വെള്ളമാണ് ഹമീം. ആ ഹമീം തിളക്കപ്പെടുന്ന ആ വെള്ളത്തിന്
അവരെ തലയിലേക്ക് ബാക്കപ്പെടും, ചൊരിക്കപ്പെടും. അവനോട് പറയും, നീ ആസ്വദിക്കൂ, നീ അനുഭവിക്കൂ, ഇന്നക അന്തൽ അസീസുൽ കരീം. ഭൂമി ലോകത്ത് വലിയ ആളായിട്ട് എന്ത് മഹ്ശറ, എന്ത് പുനർജന്മം, എന്ത് ഖബറ്, എന്ത് മരണത്തിന് ശേഷമുള്ള ശിക്ഷ, ഈ നിലക്ക് നീ പരിഹസിച്ചിട്ട് വലിയ ആളായിട്ട് ജനമധ്യത്തിൽ നടന്നില്ലേ? നീ അനുഭവിക്ക്, നീ ആസ്വദിക്ക്. ഇന്നക അന്തൽ അസീസുൽ കരീം, നീ വലിയ മാന്യനായിട്ട് വലിയ ആളായിട്ട് നടന്നില്ലേ? ഇന്ന ഹാദാ മാ കുന്തും ബിഹി തംതറൂൻ. ഇത് നിങ്ങൾ ദുനിയാവിൽ പുനർജന്മമുണ്ടോ, ഇത് വെറുതെയല്ലേ, ഇത് കളവല്ലേ എന്ന് പരിഹസിച്ച് നീ സംശയിപ്പിച്ചില്ലേ ജനങ്ങള്? ഇത് നീ അനുഭവിക്കൂ, നീ ആസ്വദിക്കൂ. ഈ സഖൂം മരത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് മക്കാ ഖുറൈശിനോട് പറഞ്ഞപ്പോൾ അവർ പരിഹസിച്ചു. ഓ, നരകത്തൊരിക്ക മരമുണ്ടാകുമോ? ആ നരകം കത്തിപ്പോകൂലേ? ഏത് മരമാണ്? പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു ആയത്ത് അല്ലാഹു തആല പറഞ്ഞു തരുന്നു, അത് തീനാലുള്ള മരമാണ്. ആ മരം തന്നെ തീയാണ്. അത് നരകത്തിന്റെ അടിഭാഗത്ത് മുളച്ചു വരുന്നതാണ്. സൂറത്ത് സ്വാഫാത്ത് എടുത്തു നോക്കിയാൽ കാണാം, അദാലിക ഖൈറുൻ നുസുലാ അം ശജറത്തു സഖൂം ഇന്നാ ജഅൽനാഹാ ഫിത്നതൻ ലിസ്സാലിമീൻ. ഈ സഖൂം മരം, ഇത് തെമ്മാടികളുടെ, ദോഷികളുടെ ഭക്ഷണമാണ്. അതിനെ ഞങ്ങൾ അവർക്ക് ആ വാലിമീങ്ങളായ അക്രമികളായ ജനങ്ങൾക്ക് അത് ഫിത്നയായ ഒരു മരമാണ്. അവർക്ക് ആ മരത്തിന്റെ ഭക്ഷണം അവരെ പള്ളയിലേക്ക് പോയാൽ സുബ്ഹാനല്ലാഹ്, അവരെ പള്ളയിൽ അത് എന്താ വെള്ളം തിളക്കും പോലെ ആ ഭക്ഷണം അവരെ പള്ളയിൽ തിളക്കും. അതവർക്ക് ഫിത്നയാണ്, അവർക്ക് മുസീബത്താണ്. ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം. നരകത്തിന്റെ അടിഭാഗത്ത് മുളച്ചു വരുന്ന ഒരു മരമാണത്. ആ സഖൂം മരത്തിനെ കുറിച്ചല്ലേ നിങ്ങൾക്ക് സംശയം? അത് നരകത്തിന്റെ അടിഭാഗത്ത് മുളച്ചു പൊന്തി വരുന്ന ഒരു മരമാണ്. ആ മരത്തിന്റെ കൊലകള് ശൈത്താന്മാരെ തലകളെ പോലെയാണ്. ഖുർആൻ അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു, ആ മരത്തിന്റെ ഓരോ കൊലകളും അത് ശൈത്താന്മാരെ തലകളെ പോലെയാണ്. ആ നരകാവകാശികളെ, നരകത്തിൽ കടന്ന ആളുകള് അവർ എന്താക്കും? ഭക്ഷിക്കും. ആ ചുട്ടു പയക്കുന്ന വെള്ളത്തിനെ പോലെയുള്ള ആ മരത്തിലുള്ള ഭക്ഷണം, ആ മരത്തിനെ അവർ എന്താക്കും? ഭക്ഷിക്കും. അതിൽ നിന്നിട്ട് എന്താക്കും? അവർ പള്ള നിറക്കും. സുബ്ഹാനല്ലാഹ്, പള്ള നിറക്കൽ ബിരിയാണി കഴിച്ചതുപോലെ അല്ല, കബാബ് തിന്നത് പോലെയല്ല. അത് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചുട്ട് പയക്കുന്ന വെള്ളം തിളക്കും പോലെ അവന്റെ പള്ളയിൽ പോയി എന്താക്കും? തിളക്കും. അവന്റെ പള്ളയിലുള്ള എല്ലാത്തിനെയും അവന്റെ പിന്തുവാരത്തിൽ കൂടി എന്താക്കും? പുറത്തേക്ക് തള്ളും. പിന്നെയും അല്ലാഹു തആല അവനക്ക് ജീവൻ കൊടുക്കും, മരണത്തിലേക്ക് അടുക്കും, പക്ഷേ മരിക്കൂല. മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഖുർആൻ പറയുന്നു, തുമ്മ ഇന്ന ലഹും അലൈഹാ ലശൗബൻ മിൻ ഹമീം. അവരെ തലയുടെ മീത്ത് ആ ചുട്ടു തളക്കുന്ന ഹമീം വെള്ളത്തിന് അവരെ തലയിലേക്ക് ചൊരിച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്, നരകത്തിന്റെ അദാബിൽ നിന്നിട്ട് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതാണ് സൂറത്ത് മുൽക്കിൽ പറഞ്ഞത്, വലില്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം. ആ കാഫിരീങ്ങളായ ആളുകൾക്ക്, അള്ളാഹുവിനെ നിഷേധിച്ച സത്യനിഷേധികൾക്ക് അദാബു ജഹന്നം, ജഹന്നമാകുന്ന ശിക്ഷയുണ്ട്. വബിഇസൽ മസീർ, അവർ കടന്നു പോകുന്ന ആ സ്ഥലമുണ്ടല്ലോ, വളരെ മോശമായതാണ്, വളരെ ചീത്തയായതാണ്. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. ആ നരകത്തുള്ള ആളുകളെ നരകത്തിലേക്ക് ഇട്ടാൽ സമിഉ, അവർ സമിഉ ലഹാ,
ആ നരകത്തിന് അവർ കേൾക്കും ഷഹീഖ, ഗർജിക്കുന്നതായിട്ട് ഒരു ശബ്ദം അവർ കേൾക്കും. വഹിയ തഫൂർ, അത് ചുട്ടു പയച്ചി അത് തളക്കുമ്പോലെയാകും. എന്നിട്ട് ഖുർആൻ പറയുന്നു തകാദു തമയ്യസു മിനൽ ഗൈദ്. ഇൻഷാ അല്ലാഹ് ആ സൗണ്ട്, ആ നരകത്തിലേക്ക് ഒരു ഗർജിക്കുന്ന സൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഏതാണ് ആ ശബ്ദം? അള്ളാഹു ആ ശബ്ദത്തിനെ കുറിച്ച് മുത്തുനബി എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ് പഠിക്കാം. അർഹമുർ-റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിനെ ഖബൂലാക്കണം റഹ്മാനെ. പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അഫൂ ചെയ്യണം റഹ്മാനെ.